കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെന്മാർ നിയോജക മണ്ഡലം കൺവെൻഷൻ കൊല്ലങ്കോട് കോൺഗ്രസ് ഭവനിൽ നടത്തി. KSSP നേതൃത്വത്തിൽ LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും മാർച്ച് 9 മുതൽ 13 വരെ നടത്തുന്ന ജീവിത സമരയാത്രയ്ക്ക് മുന്നോടിയായാണ് കൺവെൻഷൻ നടത്തിയത്. KSSP സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് DCC സെക്രട്ടറിയുമായ C. ബാലൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി സർവീസ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ ഉയർത്താൻ ശ്രമിച്ചില്ലെന്നും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനം നൽകുന്ന തന്ത്രമാണ് LDF സർക്കാർ ചെയ്യുന്നതെന്ന് C. ബാലൻ പറഞ്ഞു. KSSP എന്നുള്ള പ്രസ്ഥാനം ഇന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞ കേരളത്തിലെ പെൻഷൻ പറ്റി പിരിഞ്ഞ ആളുകളുടെ ആശാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷങ്ങളായി നിഷേധിച്ച ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി സർക്കാർ അത് നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കഴിഞ്ഞ 10 വർഷങ്ങളായി പരിശ്രമിക്കുന്ന കേരളത്തിലെ ഏക സംഘടന KSSPയാണ്. മറ്റ് സംഘടനകളെ കൊണ്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും മറ്റ് സംഘടനകൾ തയ്യാറായിട്ടില്ല. അവരൊക്കെ രാഷ്ട്രീയത്തിന് വിധേയമായിക്കൊണ്ട്, CPMനും ഇടതുപക്ഷത്തിനും വിധേയമായിക്കൊണ്ട് അവർ ഒരു കാര്യം പോലും ശബ്ദിക്കാതെ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ഒരു കാര്യം പോലും ഈ കാര്യത്തിന് വേണ്ടി ശബ്ദിക്കാത്ത ഒരു പഞ്ചപുച്ഛമടക്കി കഴിയുന്ന ഒരു സംഘടനകളുണ്ട്. KSSP അല്ലാത്ത സംഘടനകൾ, മറ്റ് സംഘടനകൾ അവരൊന്നും ഒരു അക്ഷരം പറയുന്നില്ല. പക്ഷേ KSSP എന്ന പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ പെൻഷൻ പറ്റിപ്പിരിഞ്ഞ ആളുകൾക്ക് വേണ്ടി വാദിച്ചത്. അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹത്തോട് പറയുവാനും, പൊതുസമൂഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാനും, രാഷ്ട്രീയ നേതൃത്വത്തോട് പറയുവാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നത്. വീണ്ടും LDF അധികാരത്തിൽ വന്നാൽ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുമെന്നും ബാലൻ തുടർന്ന് പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് K. വിജയൻ അധ്യക്ഷനായി. സെക്രട്ടറി P. വിശ്വനാഥൻ, K. രാമചന്ദ്രൻ, K. നാരായണൻ, A. ശിവരാമൻ, ലതാ മേനോൻ, C. ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. KSSP നടത്തുന്ന ജീവന സമരയാത്ര വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. UTV ന്യൂസ്, പാലക്കാട്.